ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീ ടീച്ചർ. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂറ്റി എന്ന ടോപ്പിക്ക് തീർന്ന് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കിടക്കുവാണ്. ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് കാൽക്കുലസിനകത്ത് 5 ചാപ്റ്ററുകളുടെ കണ്ടിന്യൂവേഷനാണ് ഡെറിവേറ്റീവ്. അപ്പം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസും പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂളും ഒക്കെ നിങ്ങൾ +1 പഠിച്ചു. അതെല്ലാം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം ഈ വർഷത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാനായിട്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യത്തെ കുറേ ഇക്വേഷൻസ് പഠിച്ചു. ഇക്വേഷൻസ് എല്ലാം നമ്മളിവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എഴുതുക. ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതി നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കുക. അത് എല്ലാ ദിവസവും നമ്മളൊരു 5 പ്രാവശ്യം വായിച്ച് പഠിക്കുക, ഒരു പ്രാവശ്യം എഴുതി നോക്കുക. അങ്ങനെ നമ്മൾ ഒരു 10-20 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഇക്വേഷൻസ് നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴേക്കും മാത്രമാണ് നമ്മൾ ഡെറിവേറ്റീവിലേക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇക്വേഷൻ പഠിക്കാതെ ഈ ചാപ്റ്റർ പഠിക്കാൻ പോയാൽ 10 മണിക്കൂർ വേണമെങ്കിൽ പഠിക്കണം. അതേസമയം നമ്മൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ 10 എന്നുള്ളത് നമുക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം നല്ല ഭംഗിയായിട്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പാകത്തിന്. അപ്പോൾ ഇക്വേഷൻസൊക്കെ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ചോദിച്ചൊക്കെ കുട്ടികളോട് പഠിക്കുക. ഇവിടെ ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രമേ ടീച്ചറിൻ്റെ വീഡിയോസ് കാണാൻ നോക്കാൻ പോളൂ. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പഠിക്കണം. എന്നിട്ട് നിങ്ങൾ വീട്ടിലുള്ളവരോടൊന്ന് ചോദിക്കാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇക്വേഷൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യാനെടുത്താൽ എളുപ്പമാണ്. നമ്മൾ +1 പഠിച്ച കുറച്ച് ഇക്വേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ചുള്ള ഇക്വേഷൻസ് നമുക്ക് ഈ വർഷം ആവശ്യമാണ്. അപ്പോൾ അത് ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് എടുത്തിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ച് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ അത് 0 ആണെന്ന് നമ്മൾ പഠിച്ചേക്കണം. നമുക്ക് ഏതൊക്കെയാണ് വേരിയബിൾ വരുന്നത്? എക്സ്, വൈ, ഇസഡ്, അതെല്ലാം വേരിയബിളാണ്. സാധാരണ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് എ, ബി, സി അങ്ങനെയുള്ള ഒക്കെ കോൺസ്റ്റൻ്റാണ്. പിന്നെ നമ്പർ സിസ്റ്റം, നമ്പർ എല്ലാം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റൻറ്റുകളാണ്. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. d/dx ഓഫ് എ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. d/dx ഓഫ് ബി സ്ക്വയർ ഡെറിവേറ്റീവ് 0 ആണ്. d/dx ഓഫ് 1/a സ്ക്വയർ ഡെറിവേറ്റീവ് 0 ആണ്. d/dx ഓഫ് 1/ab ഡെറിവേറ്റീവ് 0 ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. നമ്പറുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് ഓൾറെഡി അറിയാം. d/dx ഓഫ് 4 കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. അപ്പോൾ നമ്പറുകളെല്ലാം 0 ആണ്. അതുപോലെ ABCD എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്. ആ ലെറ്റേഴ്സ് ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കൂടെയോ ട്രിഗണോമെട്രിയുടെ കൂടെയോ ലോഗരിതത്തിൻ്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതെന്തായിപ്പോയി? കോൺസ്റ്റൻ്റ് ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ d/dx ഓഫ് സൈൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് 0. d/dx ഓഫ് √a കോൺസ്റ്റൻ്റ് ആണ്, 0. d/dx ഓഫ് a⁻b കോൺസ്റ്റൻ്റ് ആണ്, 0. ഇതെല്ലാം നമുക്ക് കോൺസ്റ്റൻറ്റുകളാണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എപ്പോഴും അത് ഒറ്റയ്ക്ക് നിന്നാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബേസിക് കാര്യം എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് d/dx ഓഫ് ax + b. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു വേരിയബിളും കൂടെ വരുവാന്ന് വെച്ചോ. as + bയുടെ രൂപത്തിൽ നിൽക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ഇതിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു വേരിയബിൾ ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ആ വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കാം. d/dx എന്ന് പറഞ്ഞാൽ അതെന്താ? 1 അല്ലേ? അതായത് dx/x എന്ന് പറഞ്ഞാൽ 1, അത് നമുക്കറിയാം. അപ്പോൾ a വരും. ഇനി b എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? a വരും. ഇതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അടുത്ത അനദർ എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് 4x + 3 ആണെന്ന് വെച്ചോ.
അപ്പോൾ 4 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, എക്സ് വേരിയബിൾ ആണ്. അപ്പോൾ 4നെ അവിടെ നിർത്തി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ഏതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് ആയിരിക്കും? വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവായി എടുക്കാമുള്ളൂ. അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രം വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ d/dx 5x + 1 ആണെന്ന് വെച്ചോ, 5 × 1 വരും, പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. സിമ്പിളാണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കണം. അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണെങ്കിലോ അതെപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ അനദർ എക്സാമ്പിൾ d/dx 4 tan x ആണെന്ന് വെച്ചോ. 4 tan x എന്ന് പറയുമ്പോൾ നമ്മൾ 4 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4നെ അവിടെ നിർത്തി tan xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് c²x. എപ്പോഴും ഇക്വേഷൻ നമ്മൾ പഠിക്കണതിൻ്റെ മുകളിൽ വലുതായിട്ട് എഴുതി വെക്കണം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അതേപോലെ തന്നെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായി എടുക്കണം കേട്ടോ. അത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു ചാപ്റ്റർ അല്ല, അങ്ങോട്ട് വരുന്ന എല്ലാ ചാപ്റ്ററിലും നമുക്ക് എളുപ്പമാണ്, അന്നേരം നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ tan xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം c²x. അപ്പോൾ 4 × c²x വരും. അനദർ എക്സാമ്പിൾ d/dx 5s² ആണെന്ന് വെച്ചോ. അപ്പോൾ 5 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ s² ഡെറിവേറ്റീവ് എന്ത് വരും? കഴിഞ്ഞ വർഷം പഠിച്ചാണ്. d/dx s² എന്ന് പറഞ്ഞാൽ 2x ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ആൻസർ ഈസ് 10x വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ നിന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് എന്തിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ എടുക്കാമുള്ളൂ? വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാമുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതേസമയം ഒരു കോൺസ്റ്റൻറ്റ് മാത്രം നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അനദർ മൂന്നാമത്തെ നോക്കാം. d/dx x⁻n എന്ന് പറഞ്ഞാൽ n × x⁻n−1 ആണ്. x⁻n-ൻ്റെ ഡെറിവേറ്റീവ് n × x⁻n−1 ആണ്. അങ്ങനെയാണെങ്കിൽ d/dx x⁻³ എന്തായിരിക്കും? ഇപ്പം കണ്ടോ, x⁻n എന്ന് പറയുമ്പോൾ ഈ n നേരെ ഇപ്പുറത്തേക്ക് വന്നു. n × x⁻, ഇവിടെ എന്താണോ പവർ വരുന്നത് അതിനേക്കാൾ ഒരു നമ്പർ കുറയും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 3 നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ 3 × x⁻² വരും. d/dx x⁻5 എന്ന് പറഞ്ഞാൽ 5 × x⁻4 വരും. ഈ 5 ഇപ്പുറത്തേക്ക് വരും, ഈ 5നേക്കാൾ ഒരു നമ്പർ കുറയും. അപ്പോൾ എന്ത് വരും? ആൻസർ 4 വരും. അങ്ങനെയാണെങ്കിൽ d/dx x⁻7 എന്ന് പറഞ്ഞാൽ 7 × x⁻6 വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ?